ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 15. പ്രാർത്ഥനയ്ക്ക് സമർപ്പിതരാക്കുക. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. 50 വർഷമായി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, വൃദ്ധ പറഞ്ഞു. എൻ്റെ സുഹൃത്ത് ലൂ അഗാധമായ നന്ദിയോടെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. തൻ്റെ പിതാവ് വളർന്നതും കൗമാരപ്രായത്തിൽ വിട്ടുപോന്നതുമായ ബൾഗേറിയൻ ഗ്രാമം സന്ദർശിക്കുകയായിരുന്നു അവൻ. യേശുവിൽ വിശ്വസിക്കുന്ന ആ സ്ത്രീ അവൻ്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അയൽപക്കത്താണ് താമസിച്ചിരുന്നത്. ഒരു ഭൂഖണ്ഡം അകലെ ലൂവിൻ്റെ ജനനത്തെക്കുറിച്ച് കേട്ടയുടനെ അവർ അവനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1/2 നൂറ്റാണ്ടിനു ശേഷം അവൻ ഒരു ബിസിനസ് യാത്രയ്ക്കായി ഗ്രാമം സന്ദർശിക്കുകയായിരുന്നു. അവിടെ അവൻ ഒരു കൂട്ടത്തോട് തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചു. ഏകദേശം 30 വയസ്സാകുന്നതുവരെ ലൂ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. അവൻ സംസാരിച്ചതിനു ശേഷം ആ സ്ത്രീ അവനെ സമീപിച്ചപ്പോൾ വിശ്വാസത്തിലേക്കുള്ള തൻ്റെ വരവിൽ അവരുടെ നിരന്തരമായ പ്രാർത്ഥനകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് അവൻ ആശ്ചര്യപ്പെട്ടു. സ്വർഗത്തിൻ്റെ ഇങ്ങേ വശത്ത് സംഭവിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ പൂർണ്ണമായ ഫലം നാം ഒരിക്കലും അറിയുകയില്ല. എന്നാൽ തിരുവെഴുത്ത് നമുക്ക് ഈ ഒരു ഉപദേശം നൽകുന്നു: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ചെറിയ നഗരമായ കൊലോസിയയിലെ വിശ്വാസികൾക്ക് പൗലോസ് ആ വാക്കുകൾ എഴുതിയപ്പോൾ താൻ പോകുന്നിടത്തെല്ലാം ദൈവ സന്ദേശത്തിനായി വാതിൽ തുറന്നു തരാൻ തന്നെയും പ്രാർത്ഥനയിൽ ഓർക്കാൻ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന എന്ന ആത്മീക വരം എനിക്കില്ല എന്ന് ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം. എന്നാൽ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ ആത്മീക വരങ്ങളിലും പ്രാർത്ഥന ഉൾപ്പെടുന്നില്ല. അവനും മാത്രം ചെയ്യാൻ കഴിയുന്നത് നാം കാണേണ്ടതിന് നാം ഓരോരുത്തരും വിശ്വസ്തയോടെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്. ചിന്തിക്കുക, മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനം നേടിയിട്ടുണ്ട്? നിങ്ങൾ ഇന്ന് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് മഹത്വം.